ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോകുമ്പോ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് മുജാഹിദുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കരുതെന്ന് പറയുന്നവർക്കാണ് ഭീരുത്വമുള്ളത്, അത് കാണാൻ പോകരുതെന്ന് പറയുന്നവർക്കാണ് ഭീരുത്വമുള്ളത്. ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ഒലിച്ചു പോകുന്ന വിശ്വാസമാണെങ്കിൽ എത്ര വലിയ ദുർബലമായ വിശ്വാസമായി കൂട്ടരുടേത്. അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങൾ അതേ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നബിതങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരാളെ ശത്രുക്കൾ പറഞ്ഞേക്കുകയാണ്. അയാളെ ഇങ്ങനെ പിരികയറ്റി വിട്ടതാണ്. മുഹമ്മദിനെ പോയിട്ട് ഉത്തരം മുട്ടിക്കണം, മുഹമ്മദിനെ പോയിട്ടതാ പ്രലോഭനം കൊടുക്കണം, മുഹമ്മദിനോട് സംസാരിച്ച് അവന്റെ ഈ പരിപാടി നിർത്തിവെപ്പിക്കാൻ തന്ത്രം പ്രയോഗിക്കണം എന്ന് പറഞ്ഞ് ഖുറൈശികളതാ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ പറഞ്ഞേക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക്. എന്നിട്ട് അയാൾ ചെന്നുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, മുഹമ്മദേ, നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നു, നീ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു, നീ ഞങ്ങളുടെ മുൻഗാമികളെ കാഫിറാക്കുന്നു, നിനക്കെന്താ വേണ്ടത്? എന്തും ഞാൻ തരാം, എന്തും തരാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് നബിയെ ഇങ്ങനെ സോപ്പിടുകയാണ്. നബിയെ ഇങ്ങനെ പല രൂപത്തിലും പ്രലോഭിപ്പിക്കുകയാണ്. ഈ വന്ന വ്യക്തിക്ക് പറഞ്ഞേച്ചവർ പറഞ്ഞുകൊടുത്തതല്ലാത്ത ഒരറിവും നബിതങ്ങളെ കുറിച്ചില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞോ? നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ? അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറുപടി എന്താ പറയുന്നത്? ഇരിക്കൂ, എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങളിപ്പോ എന്നെക്കുറിച്ച് പലതും ഇവിടെ വന്ന് പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാമോ? ആ മനുഷ്യൻ അവിടെ ഇരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് കേൾപ്പിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, حاميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. അവിടുന്ന് അങ്ങോട്ട് ധാരാളം ആയത്തുകൾ പുന്നാര നബിതങ്ങൾ ഇയാളെ അങ്ങ് കേൾപ്പിക്കുന്നു. ധാരാളം ആയത്തുകൾ അങ്ങ് കേട്ട് ഓതിക്കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. ഈ മനുഷ്യൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അയാൾ ഇതുവരെ അബൂജഹലിന്റെ വാളേ കേട്ടിട്ടുള്ളൂ. അയാൾ ഇന്ന് വരെ ഉത്തുബത്തിന്റെ അതേപോലെ തന്നെയുള്ള ആളുകളുടെ ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളെ കേട്ടിട്ടുള്ളൂ. അതേ, അത് മാത്രം മനസ്സിൽ കൊണ്ട് പകയുമായി നടക്കുന്ന മനുഷ്യൻ റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തിയപ്പോൾ നബിതങ്ങൾ അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പുന്നാര നേതാവ് ആയത്തുകൾ അങ്ങ് കൊടുത്ത് അതേ വശ്യസുന്ദരമായ നിലക്ക് നേതാവായ റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് മുത്തുമണികളെപ്പോലെ ആയത്തുകൾ ഇങ്ങനെ ഒഴുകിയിറങ്ങി. അതേ വന്നവനായ അതേ ചരിത്രത്തിലെ ആ വന്നവനായ വ്യക്തി അതേ ഉത്തുബത്താണെന്ന് പറയപ്പെടുന്നു. ആ വ്യക്തിയെ തന്നെയാണ് പറഞ്ഞേച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ആ സന്ദർഭത്തിലതാ ഖുർആനിന്റെ ആയത്തുകൾ ഈ സൂറത്ത് ഫുസ്സിലത്തിൽ നിന്നങ്ങ് കേട്ട് അവസാനം അതിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ അങ്ങ് ഓതിക്കെടുത്തിട്ട് അവസാനം ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ഇതൊക്കെയാ എനിക്ക് പറയാനുള്ളത്, ഇതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. കേട്ടില്ലേ, എന്നില്ലെന്ന് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ അതേ അവിടുത്തെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയും കൊണ്ട് കടന്നു വന്ന ആ മനുഷ്യനതാ പറയുന്നു, അതേ എന്താണ് അയാൾ പറയുന്നത്? എന്താ അയാൾ പറയുന്നത്? എനിക്ക് മനസ്സിലായി. അയാളതാ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? മുസ്ലിം ഒന്നുമായില്ല, പക്ഷേ അയാൾ തിരിച്ചു പോകുമ്പോ വന്ന ഉഷാറില്ല, റസൂലുള്ളാഹിനോട് പകയില്ല, റസൂലുള്ളാഹിനെ കുറിച്ച് വിദ്വേഷമില്ല. തിരിച്ചു പോകുമ്പോൾ ഖുറൈശികൾക്ക് ഇയാളുടെ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേട്, പറഞ്ഞേച്ചവർക്ക് എന്തോ ഒരു പന്തികേട്.
പോയ മുഖമല്ലല്ലോ വരുമ്പോ. അവര് പറഞ്ഞു, എന്തേ മുഹമ്മദ് നല്ല ഫുഡ് തന്ന് പറ്റിച്ചുവല്ലേ, മുഹമ്മദ് നല്ല ഭക്ഷണം തന്ന് നിന്നെയും മയക്കിയല്ലേ, മുഹമ്മദ് നല്ല സംസാരം സംസാരിച്ചിട്ട് നിന്നെയും പറ്റിച്ചോ? ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോ അയാൾ ജനങ്ങളോട് പറയുകയാണ്, അതേ ഉഖ്സിമു, ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. എന്താ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ഓ ജനങ്ങളെ, വല്ലാഹി അന്നീ ഖദ് സമിഅ്തു ഖൗലൻ വല്ലാഹി മാ സമിഅ്തു മിസ്ലഹു ഖത്തു. ജനങ്ങളെ, മുഹമ്മദിൽ നിന്ന് നേരിട്ട് ഞാൻ ചിലതൊക്കെ കേട്ടു, ഇന്ന് വരെ അതുപോലെ ഞാനൊന്ന് കേട്ടിട്ടില്ല. നമ്മൾ മുഹമ്മദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹം സാഹിറാണെന്നല്ലേ, ഷായിറാണെന്നല്ലേ, കാഹിനാണെന്നല്ലേ, പ്രാന്തനാണെന്നല്ലേ പറഞ്ഞത്? അതേ, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പോയി കേട്ടു നോക്കുമ്പോ വല്ലാഹി മാ ഹുവ ബിസ്സിഹ്ർ, അത് സിഹറല്ല, വലാ ബിശ്ശിർ, അത് പാട്ടല്ല, വലാ ബിൽ കഹാന, അത് ജ്യോത്സ്യമല്ല. യാ മഅ്ശറ ഖുറൈശ്, എന്നെ അങ്ങോട്ട് പറഞ്ഞേച്ച ഓ ഖുറൈശി സമൂഹമേ, അതീഉനി, എന്നെ വിശ്വസിച്ചോ, അനുസരിച്ചോ, എന്നെ വെറുതെ വിടോ. അയാളെ കുറിച്ച് ഇനി നിങ്ങൾ പറയല്ല, അയാളുടെ പ്രസ്ഥാനത്തെ എതിർക്കല്ല, അയാളെ ഇനിയെങ്കിലും വെറുതെ വിടോ. നല്ലവനായ നേതാവിന്റെ വായിൽ നിന്ന് ഖുർആൻ അങ്ങ് നേരിട്ട് കേൾക്കാൻ അവസരം കിട്ടിയപ്പോൾ ശത്രുവിന്റെ മനസ്സിൽ പോലും അത് വന്നു എന്ന് മാത്രമല്ല, അയാൾ ജനങ്ങളോട് പിന്നെയും പറയുകയാണ്, ഞാൻ ചിലതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങാനും അതേ ആ മഹാനായ വ്യക്തി ഈ ലോകത്ത് ജയിച്ചടക്കിയാൽ അദ്ദേഹത്തെ എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങൾക്കും ഉപകാരമാണ്, അദ്ദേഹത്തിന് അന്തസ്സ് കിട്ടുക നിങ്ങൾക്കും അന്തസ്സാണ്, അദ്ദേഹത്തിന് ആ പദവി കിട്ടൽ നിങ്ങൾക്കും പദവി കിട്ടലാണ്. മുശ്രിക്കുകളെ, ഖുറൈശികളെ, വകുൻതും മസ്അദൻ നാസി ബിഹി, അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്നെ വെറുതെ വിടോ എന്നതാ അപേക്ഷിക്കുകയാണ്. അന്നേരത്തും ഇപ്പോയി നേരിട്ട് കേട്ട വ്യക്തിക്ക് മനസ്സ് മാറിയപ്പോഴും അതേ പറഞ്ഞയച്ച അബൂജഹലിന്റെ മനസ്സിന് കുലുക്കമില്ല. ആ പ്രമാണി പുരോഹിതവർഗം പറയുന്നു, സഹറക വല്ലാഹി യാ അബൽ വലീദ് ബിലിസാനിഹി, മുഹമ്മദ് നിനക്ക് ഭക്ഷണവും തന്ന്, മുഹമ്മദ് നിനക്ക് നല്ല നാവ് കൊണ്ട് വശ്യമായി സംസാരിച്ച് നിന്നെയും പറ്റിച്ചുവല്ലേ, നീയും പിഴക്കാനാണ് തീരുമാനമല്ലേ. ഇതങ്ങ് കേട്ടപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ മുഹമ്മദിനെ കുറിച്ച്, ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പറയും പോലെയൊന്നും പറയാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്നഉ മാ ബദാലക്കും, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചെയ്തോ, ഞാൻ എന്റെ വഴിക്ക് നീങ്ങുന്നു എന്നും പറഞ്ഞ് ശത്രുവിന്റെ മനസ്സിൽ പോലും അലിവ് തോന്നിയെങ്കിൽ, അതേ മുസ്ലിമായില്ലെങ്കിലും വിമർശനം നിർത്തിവെച്ചുവെങ്കിൽ എന്താണ് കാരണം? അതേ നിങ്ങൾ മനസ്സിലാക്കണം, നേരിട്ട് കേൾക്കുമ്പോൾ അതേ സത്യം മനസ്സിലാകുമെന്ന് അബൂജഹൽ ഭയപ്പെടുന്നു. ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അതേ അവസ്ഥ ആ ആളുകൾക്കുണ്ടായിരുന്ന അവസ്ഥ ഇന്നും പലർക്കും നിലനിൽക്കുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ആവർത്തനം എന്നതല്ലാതെ അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ടാവില്ലേ? സത്യമങ്ങ് മനസ്സിലായി പോകും. ഈ ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിയും അതേ ജനങ്ങൾ കേട്ടുപോകും. കേട്ടാ ഞങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാകും, ഞങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെ പ്രചരണങ്ങളുടെ കാറ്റൊഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാകുമ്പോൾ തടയുന്നു, തടയിപ്പിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീനിന് ഒരു പതർച്ചയും ഒരു ഇസ്സത്ത് കുറവും ഒരു കാലത്തും ഉണ്ടാവില്ല.